ടാറ്റ സ്റ്റീലിന്റെ 16 ഗേജ് കനത്തിൽ വരുന്ന 1.6 mm തിക്നെസ്സിൽ വരുന്ന GI ഷീറ്റ് വെച്ചിട്ട് ടാറ്റന്റെ GI ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്റ്റീൽ വിൻഡോ ആണിത്. ഇത് 4 ഷട്ടേഴ്സ് വരുന്ന സ്റ്റീൽ വിൻഡോ ആണ്. 4 ഷട്ടേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് 2 മീറ്റർ ആണ്, 200 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. അതുപോലെ തന്നെ വിഡ്ത്തും സെയിം ആണ്, 2 മീറ്റർക്ക് 2 മീറ്റർ സൈസിൽ വരുന്ന സ്റ്റീൽ വിൻഡോസ് ആണ്. ഇതിൽ നമുക്ക് ഏത് സൈസിലോട്ടും ഇത് കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്വന്തം ഡിസൈനിലും ഏത് ഡിസൈനിലോട്ടും ഇത് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഫ്രെയിം സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 4 ഇഞ്ചിക്ക് 3 ഇഞ്ച് സൈസാണ് ഇതിന്റെ ഫ്രെയിം സൈസ് വരുന്നത്. അതും നമുക്ക് ഏത് സൈസിലോട്ടും മാറ്റാം. ഇതിന്റെ ഫ്രെയിം സൈസ് തിക്നെസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, സ്ലിം ആക്കണമെങ്കിൽ സ്ലിം ആക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യാനുള്ള. അതുപോലെ ഇതിന്റെ ഗ്രിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് SS ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡിൽ വരുന്ന ഒരിക്കലും തുരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള SS കൊണ്ടാണ് ഇതിന്റെ ഗ്രിൽസ് കൊടുത്തിരിക്കുന്നത്. 3/4 ഇതിന്റെ സൈസ് വരുന്നത്. അതും ഒരു ഡയമണ്ട് ഷേപ്പിലാണ്. ഇത് സ്ക്വയർ ആയിട്ടോ ഡയമണ്ട് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചസ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ ഷട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷട്ടേഴ്സ് വേണമെങ്കിൽ നമുക്ക് സ്റ്റീലിൽ മേക്ക് ചെയ്യാം. ചില കസ്റ്റമേഴ്സ് ആസ്ക് ചെയ്യുന്നത് സ്റ്റീലിൽ വേണ്ട, ഷട്ടേഴ്സ് മാത്രം വുഡിൽ ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ വുഡോ UPVCയോ അതുപോലെ WVCയോ ഏത് വേണമെങ്കിലും അലുമിനിയോ ഏത് വേണമെങ്കിലും ഷട്ടേഴ്സ് നിങ്ങൾക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യാം. ഇഞ്ചസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു വിൻഡോസ് എടുക്കുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഈ ഫ്രെയിമിനകത്ത് കൂടെ ഫുള്ള് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതിലൊരു സൗണ്ട് നമ്മളതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റീലിൽ ടച്ച് ചെയ്യുന്ന പോലുള്ള സൗണ്ട് ഉണ്ടാവും. അത് ഫില്ല് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ സൗണ്ട് ഉണ്ടാവില്ല. പിന്നീട് അത് വുഡൻ ഫിനിഷോ ഏത് ഫിനിഷിലോട്ടും മാറ്റി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് സ്റ്റീലാണോ അല്ലെങ്കിൽ മരമാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അത്രയും പെർഫെക്ഷനും ഫിനിഷിങ്ങും ഉണ്ടാവും. മാത്രമല്ല ഇതിൽ നമുക്ക് ഒരു നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൈമർ 1 കോട്ട് അപ്പോക്സി പ്രൈമർ നമ്മളിതിൽ അപ്പോക്സി പ്രൈമർ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് പെയിന്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതേപോലെ ലൈഫ് ടൈം വാറന്റിയാണ്. നമ്മൾ വൺസ് ഒരു വീട് വെക്കുന്ന സമയത്ത് ഒരു വിൻഡോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് മാറ്റാനോ കാര്യങ്ങൾക്കോ ഒന്നും നിൽക്കേണ്ട, ഡാമേജ് ആവാത്ത രീതിയിൽ നമുക്കത് ലൈഫ് ടൈം യൂസ് ചെയ്യാം. ഇത് വുഡനാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ട് വരും. ഒരു 10-15 വർഷം കഴിഞ്ഞാൽ അത് ചെതൽ പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട്. ഇത് സ്റ്റീൽ വിൻഡോസിൽ നിങ്ങൾ വീടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ്. ലൈഫ് ടൈം നിങ്ങൾക്കത് ഇതുപോലെ തന്നെ കിട്ടും. താങ്ക് യു.